വെൽക്കം ടു സിഗ്നേച്ചർ ക്ലാസ് റൂം. ഈ വീഡിയോയിൽ പോസ്റ്റൽ ബാലറ്റുകൾ എങ്ങനെയാണ് എണ്ണുന്നത് എന്നത് പരിശോധിക്കാം. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് വേണ്ടി ഇടുന്ന ഓരോ ടേബിളിലും ഒരു അഡീഷണൽ ARO, ഒരു ഗസറ്റഡ് ലെവലിലുള്ള കൗണ്ടിംഗ് സൂപ്പർവൈസർ, ഗസറ്റഡ് ലെവലിലുള്ള 2 കൗണ്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മൈക്രോ ഒബ്സർവർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് ആയിരിക്കും. കൂടാതെ ഓരോ സ്ഥാനാർത്ഥിയുടെയും ഏജന്റായി ഒരാളെ നിയമിക്കാവുന്നതുമാണ്. വോട്ട് എണ്ണുന്ന ദിവസം രാവിലെ 8 മണിക്ക് മുൻപ് ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ മാത്രമാണ് എണ്ണാൻ എടുക്കുക. അതിനുശേഷം ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ വാങ്ങിച്ചു വയ്ക്കും, പക്ഷേ എണ്ണാൻ സാധ്യമല്ല. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ സർവീസ് വോട്ടേഴ്സിന് അയച്ചു കൊടുത്തത് അവർ വോട്ട് ചെയ്തതിന് ശേഷം പോസ്റ്റലിലൂടെ തിരിച്ച് അയച്ചിട്ടുണ്ടാകും. ആ പോസ്റ്റൽ ബാലറ്റിന്റെ ഫോം 13C ഔട്ടർ കവർ, ഫോം 13A ഡിക്ലറേഷൻ, ഫോം 13B ഇന്നർ കവർ, ഇതിൻ്റെ QR കോഡുകൾ പരിശോധിച്ച് ഒറിജിനൽ ആണ് എന്നും ഡ്യൂപ്ലിക്കേഷൻ ഇല്ല എന്നും ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമാണ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ലഭിച്ച പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ എടുക്കുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിനായി വെച്ചിട്ടുള്ള ടേബിളിൽ 500 പോസ്റ്റൽ ബാലറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. 13C കവറുകളായിരിക്കും ടേബിളിൽ എത്തുക. കവറുകൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കവറിലെ അഡ്രസ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് നിയോജക മണ്ഡലത്തിൻ്റെ കൗണ്ടിംഗ് സെന്റർ ആണോ ആ നിയോജക മണ്ഡലത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസറുടെ അഡ്രസ്സാണ് കവറിൻ്റെ പുറത്ത് കാണേണ്ടത്. ആ നിയോജക മണ്ഡലത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസറുടെ അഡ്രസ്സ് അല്ല കാണുന്നതെങ്കിൽ ആ കവർ റിജക്റ്റഡ് ബോക്സിലേക്ക് മാറ്റിവെക്കേണ്ടതാണ്. കൂടാതെ കവറിന്റെ പുറത്ത് സിഗ്നേച്ചർ ഓഫ് സെൻഡർ എന്ന് കാണും. അവിടെ സെൻഡറിന്റെ സിഗ്നേച്ചർ നിർബന്ധമില്ല. 13C വലിയ കവറിന്റെ അഡ്രസ്സ് പരിശോധിച്ച് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം കവർ ഓപ്പൺ ചെയ്യേണ്ടതും കവറിൽ നിന്നും 13A കൂടാതെ 13B ഈ രണ്ടും ലഭിക്കേണ്ടതാണ്. 13A ഡിക്ലറേഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ കവറിൽ നിന്നും ലഭിച്ച 13B തിരികെ 13C തന്നെ വെക്കുകയും 13C കവറിന് പുറത്ത് ടേബിൾ നമ്പർ എഴുതി ഡിക്ലറേഷൻ നോട്ട് ഫൗണ്ട് റിജക്റ്റഡ് എന്ന് എഴുതി റിജക്റ്റഡ് ട്രേയിലേക്ക് മാറ്റേണ്ടതാണ്. 13A ഡിക്ലറേഷനും 13B ഇന്നർ കവറും പ്രത്യേകം ലഭിച്ച കവറുകളിൽ 13A ഇനി പരിശോധിക്കേണ്ടതാണ്. 13A ഡിക്ലറേഷനിൽ ആദ്യം പരിശോധിക്കേണ്ടത് സിഗ്നേച്ചർ ഓഫ് ഇലക്ടർ ആണ്. അത് ഉണ്ട് എങ്കിൽ രണ്ടാമത് സിഗ്നേച്ചർ ഓഫ് അറ്റസ്റ്റിംഗ് ഓഫീസർ ആണ്. അറ്റസ്റ്റിംഗ് ഓഫീസറുടെ ഒപ്പ് കൂടാതെ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ സീൽ വെക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിരിക്കേണ്ടതാണ്. സിഗ്നേച്ചർ ഓഫ് ഇലക്ടറോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓഫ് അറ്റസ്റ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ വിവരങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ റിജക്ട് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ റിജക്ട് ചെയ്യുമ്പോൾ 13A ഡിക്ലറേഷനും 13B ഇന്നർ കവറും തിരികെ അതാത് 13C ഔട്ടർ കവറിൽ തന്നെ വെക്കുകയും കവറിന് പുറത്ത് ടേബിൾ നമ്പർ എഴുതി സിഗ്നേച്ചർ ഓഫ് ഇലക്ടർ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓർ ഡെസിഗ്നേഷൻ ഓഫ് അറ്റസ്റ്റിംഗ് ഓഫീസർ നോട്ട് ഫൗണ്ട് എന്ന് എഴുതി റിജക്റ്റഡ് ട്രേയിൽ വെക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച രണ്ടും ഉണ്ട് എങ്കിൽ സീരിയൽ നമ്പർ ഓഫ് പോസ്റ്റൽ ബാലറ്റ് ആണ് ഇനി അടുത്ത് പരിശോധിക്കാനുള്ളത്. 13A ഡിക്ലറേഷനിലും 13B ഇന്നർ കവറിലും എഴുതിയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിന്റെ സീരിയൽ നമ്പർ രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കുക. മിസ്മാച്ച് ഉണ്ട് എങ്കിൽ 13Aയും 13Bയും അതാത് 13C തന്നെ തിരികെ വയ്ക്കുകയും കവറിന് പുറത്ത് ടേബിൾ നമ്പർ എഴുതി പോസ്റ്റൽ ബാലറ്റ് സീരിയൽ നമ്പർ മിസ്മാച്ച് എന്ന് എഴുതി റിജക്റ്റഡ് ട്രേയിലേക്ക് വെക്കേണ്ടതാണ്. ഇതുവരെ റിജക്റ്റഡ് ട്രേയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും ബണ്ടിൽ ചെയ്ത് അത് റിട്ടേണിംഗ് ഓഫീസറിനെ ഏൽപ്പിക്കേണ്ടതുമാണ്. റിട്ടേണിംഗ് ഓഫീസർ അത് പരിശോധിച്ച് ഒപ്പുവെക്കേണ്ടതാണ്. ഇനി ടേബിളിലുള്ള ശരിയായ ഡിക്ലറേഷനുകൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബണ്ടിലാക്കി മാറ്റിവെക്കേണ്ടതാണ്. 13A വാലിഡ് ഡിക്ലറേഷൻ മാറ്റിവെച്ചതിന് ശേഷം 13B ഇന്നർ കവർ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഉള്ളിൽ നിന്നും ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ ഇനി പരിശോധിക്കേണ്ടതാണ്. വോട്ടർ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ച് അതാത് സ്ഥാനാർത്ഥികളുടെ ട്രേയിലേക്കാണ് പോസ്റ്റൽ ബാലറ്റുകൾ വെക്കേണ്ടത്. പോസ്റ്റൽ ബാലറ്റിൽ ഒരു വോട്ടും ചെയ്യാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് റിജക്റ്റഡിലേക്കാണ് മാറ്റിവെക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട്
ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും റിജക്റ്റഡ് ബോക്സിലേക്കാണ് മാറ്റിവെക്കേണ്ടത്. തെറ്റായ ഒരു പോസ്റ്റൽ ബാലറ്റ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതും ഇൻവാലിഡ് ആണ്, അതും റിജക്റ്റഡ് ബോക്സിലേക്കാണ് മാറ്റിവെക്കേണ്ടത്. ഡാമേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് ആണ് ലഭിച്ചതെങ്കിൽ അതും ഇൻവാലിഡിലേക്കാണ്, റിജക്റ്റ് ആണ് ചെയ്യേണ്ടത്. വോട്ട് ചെയ്തത് കൃത്യമായും ഏത് സ്ഥാനാർത്ഥിക്കാണ് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇൻവാലിഡ് റിജക്റ്റഡ് ബോക്സിലേക്കാണ് വെക്കേണ്ടത്. കൂടാതെ വോട്ട് ചെയ്ത വ്യക്തിയെ തിരിച്ചറിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അതും റിജക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുമല്ല എങ്കിൽ 13B കവറിലല്ല വന്നതെങ്കിൽ ആ പോസ്റ്റൽ ബാലറ്റും റിജക്റ്റ് ചെയ്യേണ്ടതാണ്. വോട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക മാർക്കുകൾ ഒന്നും വേണ്ടതില്ല. വോട്ടർക്ക് ഏതു തരത്തിലുള്ള മാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. മാത്രമല്ല ഒരു വോട്ടർ ഒന്നിൽ കൂടുതൽ തവണ ഒരേ സ്ഥാനാർത്ഥിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ചോയ്സ് ടിക്ക് മാർക്ക് ചെയ്യുകയോ ഇൻറ്റു മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്യുകയോ ചെയ്താൽ അത് വാലിഡ് ആണ്. വോട്ടറെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിക്ക് ഇനീഷ്യൽ എഴുതുക, സിഗ്നേച്ചർ ഇടുക, പേരെഴുതി വെക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതാണ് റിജക്റ്റ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ 13B എല്ലാം ഓപ്പൺ ചെയ്ത് പോസ്റ്റൽ ബാലറ്റ് എടുത്തതിന് ശേഷം ട്രേയിൽ ഇട്ടിട്ടുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ഇനി എണ്ണേണ്ടതാണ്. ഓരോ 25ന്റെയും ബണ്ടിലുകളാക്കി മാറ്റേണ്ടതാണ്. എന്നതിന് ശേഷം ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ടാണോ ലഭിച്ചിട്ടുള്ളത് അത് പാർട്ട് 2 17Cയുടെ പാർട്ട് 2ലാണ് എഴുതി എടുക്കേണ്ടത്. പാർട്ട് 2 രണ്ടെണ്ണമാണ് തയ്യാറാക്കേണ്ടത്. ഇൻ ഡ്യൂപ്ലിക്കേറ്റ് അത് കാർബൺ കോപ്പിയാണ് ഉണ്ടാക്കേണ്ടത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത് റൗണ്ട് വൈസ് അല്ല. ആ ടേബിളിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ പോസ്റ്റൽ ബാലറ്റുകളും എണ്ണിയതിനു ശേഷം അവസാനമാണ് 17C പാർട്ട് 2 തയ്യാറാക്കുന്നത്. കൗണ്ടിംഗ് സൂപ്പർവൈസർ അത് ഒപ്പുവെക്കണം. കൂടാതെ അവിടെയുള്ള കൗണ്ടിംഗ് ഏജൻസും ഒപ്പുവെക്കണം. ഏറ്റവും ഒടുവിൽ അതാത് ടേബിളിലുള്ള AROമാർ ഇനീഷ്യൽ ചെയ്ത് ROന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതാണ്. RO അത് പരിശോധിച്ച് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തി ടാബുലേഷനിലേക്ക് കൈമാറേണ്ടതും എല്ലാ ടേബിളിൽ നിന്നും ലഭിച്ചത് ഒരുമിച്ച് ചേർത്തി ടാബുലേഷനിൽ തയ്യാറാക്കുന്ന ടോട്ടൽ കൗണ്ടാണ് റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കുന്ന ഫോം 20യുടെ പാർട്ട് 2ലെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ടായി കൊടുക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ തിരികെ എത്താം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സിഗ്നേച്ചർ ക്ലാസ് റൂം.